ജീവിതത്തിൽ പരാജയത്തിൻ്റെ കാരണം ആരാണെന്ന് ജീവിതത്തിൽ പരാജയപ്പെട്ട ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കും. ഉത്തരങ്ങൾ റെഡിയായിരിക്കും. അച്ഛൻ, ഭാര്യ, ഭർത്താവ്, സർക്കാർ, സുഹൃത്തുക്കൾ, സാഹചര്യം, അങ്ങനെ പോകും ഉത്തരങ്ങൾ. ചിലർക്ക് തോന്നും ഈ ലോകത്ത് തങ്ങളൊഴികെ എല്ലാവരും കുഴപ്പക്കാരും കുറ്റക്കാരും ഒക്കെയാണ്. വിജയിച്ചാൽ നമ്മൾ പറയും, ഞാൻ കഠിനാധ്വാനം ചെയ്തു, പരാജയപ്പെട്ടാൽ ഒപ്പമുണ്ടായിരുന്നവർ ശരിയായിരുന്നില്ല. ഇതൊരു തമാശയല്ല. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൽഫ് സെർവിങ് ബയാസ് എന്നാണ് പറയുന്നത്. വിജയത്തിൻ്റെ ക്രെഡിറ്റ് നമ്മൾ സ്വന്തമാക്കും, പരാജയത്തിൻ്റെ കുറ്റം മറ്റുള്ളവർക്കും സാഹചര്യങ്ങൾക്കുമൊക്കെ പകുത്തു നൽകും. അവിടെയാണ് ജീവിതം നിന്നുപോകുന്നത്. കാരണം കുറ്റക്കാരെ അന്വേഷിക്കുന്ന മനുഷ്യൻ ഒരിക്കലും പരിഹാരം അന്വേഷിക്കില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ട മനുഷ്യനേക്കാൾ ദുഃഖിതൻ പരാജയത്തെ ശീലമാക്കി മാറ്റിയ മനുഷ്യനാണ്. ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് തകർന്നു, ആഗ്രഹിച്ച അവസരങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ചിലർ പറയും, ഒരു പെഗ് അടിച്ചാൽ എല്ലാം മറക്കാം. ആ ഒരു പെഗ് രണ്ടാമത്തേതിന് വഴിയൊരുക്കും, പിന്നെ അത് മൂന്നാമത്തേതായി മാറും, അവസാനമില്ലാതെ തുടരും. പ്രശ്നം മാറിയില്ല എന്ന് തന്നെയല്ല, പ്രശ്നങ്ങൾ കൂടുതൽ പെരുകുകയും ചെയ്യും. മദ്യപിക്കുന്ന ഒരാൾ മാത്രമല്ല അവിടെ തോറ്റുപോകുന്നത്. ഒരു ഭാര്യയുടെ സമാധാനം തോൽക്കും, ഒരമ്മയുടെ ഉറക്കം തോറ്റുപോകും, ഒരു കുഞ്ഞിൻ്റെ ബാല്യം തോറ്റുപോകും, ഒരു കുടുംബത്തിൻ്റെ ചിരി മാഞ്ഞു പോകും. ജീവിതത്തിലെ ആദ്യ പരാജയം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ രണ്ടാമത്തെ പരാജയം പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടാണ്. ലഹരി ഒരു പ്രശ്നത്തിനും പരിഹാരം. ഒരു മുറിവിന് മരുന്ന് തേടി വിഷം കുടിക്കുന്നത് പോലെയാണ് അത്. മൗണ്ടൻമാൻ എന്നറിയപ്പെടുന്ന കർഷകനെ ദശരഥ് മാഞ്ചി നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. 360 അടി നീളവും 30 അടി ഉയരവും ഉണ്ടായിരുന്ന ഒരു മല കാരണം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഗയയിലേക്കുള്ള ആശുപത്രിയിലേക്ക് 55 കിലോമീറ്റർ സഞ്ചരിച്ച് പോകേണ്ടി വന്നതിനാൽ അസുഖബാധിതയായിരുന്ന ഭാര്യയെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ 22 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് മല പിളർന്നു വഴിവെട്ടിയ മനുഷ്യൻ. ഭാര്യ മരിച്ചപ്പോൾ സാഹചര്യത്തെ പഴിച്ച് അദ്ദേഹം മദ്യക്കുപ്പിയല്ല, ഉളിയും ചുറ്റികയുമാണ് എടുത്തത്. ഫലം മാഞ്ചി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും, എനിക്ക് അവസരം കിട്ടിയില്ല. ശരിയായിരിക്കാം. പക്ഷേ ഒരു ചോദ്യം, കിട്ടിയ ചെറിയ അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചോ? എനിക്ക് നല്ല കുടുംബം കിട്ടിയില്ല. ശരിയായിരിക്കാം. പക്ഷെ കിട്ടിയ കുടുംബത്തെ നല്ല കുടുംബമാക്കാൻ നമ്മൾ ശ്രമിച്ചോ? എനിക്ക് ഭാഗ്യമില്ല. ആയിരിക്കാം. പക്ഷേ ഭാഗ്യം വരുമ്പോൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരു മനുഷ്യന് കാറ്റിൻ്റെ ദിശ മാറ്റാൻ കഴിയില്ല, പക്ഷേ കപ്പലിൻ്റെ പായ ക്രമീകരിക്കാൻ കഴിയും. ജീവിതവും അതുപോലെയാണ്. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാകില്ല, പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു ഹോംവർക്ക് ഞാൻ തരട്ടെ. 3 പേപ്പറുകൾ എടുക്കുക. ഒന്നിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറ്റപ്പെടുത്തിയ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ പേര് എഴുതുക. അടുത്ത പേപ്പറിൽ കുറ്റപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം എഴുതുക. ശേഷം ആദ്യത്തെ പേപ്പർ കീറിക്കളയുക. രണ്ടാമത്തെ പേപ്പർ വീണ്ടും വീണ്ടും വായിക്കുക. അതിനുശേഷം മൂന്നാമത്തെ പേപ്പറിൽ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ ജീവിതം മാറാൻ ഞാൻ മാറ്റേണ്ട ശീലങ്ങൾ എന്ന ശീർഷകത്തോടെ എഴുതി വയ്ക്കുക. കീറിക്കളഞ്ഞ ആദ്യത്തെയും രണ്ടാമത്തെയും പേപ്പറുകൾ നിങ്ങളുടെ ഭൂതകാലമാണ്. മൂന്നാമത്തെ പേപ്പർ സൂക്ഷിച്ചു വയ്ക്കാം, കാരണം അതാണ് നിങ്ങളുടെ ഭാവി. സാഹചര്യങ്ങൾ നിങ്ങളെ ഒരിക്കൽ തോൽപ്പിച്ചേക്കാം. ഭാഗ്യം ചില വാതിലുകൾ അടച്ചേക്കാം. മനുഷ്യർ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ നിങ്ങൾ സ്വയം കൈവിടുന്ന നിമിഷത്തിലാണ് യഥാർത്ഥ പരാജയം സംഭവിക്കുന്നത്. ഓർക്കുക, കുറ്റം പറയുന്ന മനുഷ്യൻ ഓരോ ദിവസവും കാരണം കണ്ടെത്തും. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മനുഷ്യൻ ഓരോ ദിവസവും ഒരു വഴി കണ്ടെത്തും. ചരിത്രം ഓർക്കുന്നത് സാഹചര്യങ്ങളെ പഴിച്ചവരെയല്ല, സാഹചര്യങ്ങളെ മറികടന്ന് സ്വന്തം ജീവിതം വീണ്ടും പണിതവരെയാണ്. ജീവിതത്തെ തോൽപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ല, കീഴടങ്ങുന്ന മനസ്സാണ്. OS ടോക്സിൽ വീണ്ടും കാണാം.